പുതുക്കാട് നവജാത ശിശുക്കളെ യുവാവും യുവതിയും ചേർന്ന് കുഴിച്ചിട്ടു. വെള്ളിക്കുളങ്ങര സ്വദേശികൾ പോലീസ് കസ്റ്റഡിയിൽ. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. സരീഷ് വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഈ ശിശുക്കൾക്ക് ജന്മം നൽകിയവർ തന്നെയാണോ ഇത്തരം ഒരു ക്രൂര കൃത്യത്തിലേക്ക് കടന്നത്? എങ്ങനെയാണ് പുറം ലോകം ഇതറിയുന്നത്? ഇന്ന് പുലർച്ചെയാണ് ഒരു യുവാവ് കുറച്ച് അസ്ഥികഷ്ണങ്ങളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. ആൾ പറയുന്നത് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഈ ദാരുണമായ സംഭവത്തിന്റെ ഒരു ചുരുളഴിയുന്നത് അവിടെ നിന്നാണ്. രാവിലെ എത്തിയ സുഹൃത്തിന്റെ കയ്യിൽ കണ്ട ഈ അസ്ഥികഷ്ണങ്ങൾ ഒരു യുവതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്നും പിതൃദോഷം അകറ്റുന്നതിനായിട്ടുള്ള പൂജയ്ക്ക് ഉപയോഗിക്കാമെന്നും പറഞ്ഞ് ഇയാളുടെ കാമുകിയായ യുവതിയാണ്, 21-കാരിയായ യുവതിയാണ് ഈ 3 വർഷത്തിന് മുൻപ് ഈ ആദ്യം ഒരു അസ്ഥികഷ്ണങ്ങൾ ഏൽപ്പിക്കുന്നതും പിന്നീട് അതിനുശേഷം ഒരു 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു അസ്ഥികഷ്ണങ്ങളും സൂക്ഷിച്ചു. പക്ഷെ ഇവർക്കുണ്ടായ കുട്ടികളാണെന്നും ഒരു പ്രാഥമിക നിഗമനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായി ഇവർ ചോദ്യം ചെയ്തു വരികയാണ്. ഈ യുവതിയെയും അതുപോലെ തന്നെ ഈ യുവാവിനെയും ചോദ്യം ചെയ്തു വരികയാണ്. ആമ്പലൂർ സ്വദേശിയാണ് ഈ യുവാവ്. വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലുള്ള നൂലുവള്ളി സ്വദേശിയാണ് ഈ യുവതി, 21-കാരിയായ യുവതി. ഇവരുടെ ബന്ധുക്കളെയും ഈ യുവതിയുടെ ബന്ധുക്കളെയും പോലീസ് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവർ പ്രസവിച്ച കുട്ടികൾ തന്നെയാണോ ഇത് എന്ന് സ്ഥിരീകരിക്കണം. അതുപോലെ തന്നെ ഇവർ പ്രസവിച്ചതിന് ശേഷം പ്രസവത്തോടൊപ്പം തന്നെ ഈ കുട്ടികൾ മരിച്ചതാണോ, സ്വാഭാവിക മരണമാണോ, അതോ ഇനി കൊലപാതകമാണോ, ഇവരെ എവിടെ കുഴിച്ചിട്ടു, എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നതിനുൾപ്പെടെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പോലീസിന് ശ്രമിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പൊ ചോദ്യം ചെയ്യാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അല്പം കൂടി കാത്തിരിക്കണം. ഇപ്പൊ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഇവരുടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൃത്യമായ ഒരു സൂചനകളും പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഇവർ അവിവാഹിതരാണ്. ഇവർ 5-6 വർഷമായിട്ട് ഇവർ സുഹൃത്തുക്കളാണ്, കാമുകന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു രീതി ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം ഈ പെൺകുട്ടി പ്രസവിച്ചതാണ് എന്നുള്ളൊരു കാര്യം ഒരു ചെറിയ രീതിയിൽ ഒരു ചോദ്യം ചെയ്യലിൽ ഈ യുവാവ് സമ്മതിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം നടന്ന ഈ സംഭവത്തിന്റെ ഈ അസ്ഥികഷ്ണങ്ങളും മറ്റു കാര്യങ്ങളും ആയി ഇതുപോലെ തന്നെ ഈ സ്റ്റേഷനിലേക്ക് എത്താൻ യുവാവിനുണ്ടായ ആ പ്രേരണ എന്താണെന്നുള്ളൊരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി ഇതിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അകൽച്ച സംഭവിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നീണ്ടുപോയാൽ ഈ യുവാവ് കുടുങ്ങുമോ എന്നുള്ളൊരു ഭയമാണോ ഇതിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഈ കുട്ടികളുടെ ഈ അസ്ഥികഷ്ണങ്ങൾ ഈ നവജാത ശിശുക്കളുടേതാണ് എന്നുള്ള ആദ്യം ശാസ്ത്രീയ പരിശോധന നടത്തണം. അതുപോലെ തന്നെ ഇവർ കുഴിച്ചിട്ട സ്ഥലം, എവിടെയാണ് ഇവർ കുഴിച്ചിട്ടത് എന്നതുൾപ്പെടെയുള്ള കൂടുതലായിട്ട് കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രാഥമിക ചോദ്യം ചെയ്യലിലൂടെ പോലീസിന് കിട്ടുന്ന വിശദാംശങ്ങൾ ഇനി കൂടുതൽ മുന്നോട്ടുള്ള അന്വേഷണത്തിന് അത് ഉപകരിക്കും. ഇനി അതിന്റെ കൂടെ ഇവരുടെ ബന്ധുക്കാർക്ക് അറിയുമോ? ഇപ്പൊ ഒരു യുവതി പ്രസവിച്ചു എന്ന് 21-കാരി പ്രസവിച്ചു എന്ന് പറയുന്ന ഈ 2 കുട്ടികളെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഈ ഗർഭിണിയായ ഒരു യുവതി വീട്ടിലുണ്ടാവുമ്പോൾ അത് വീട്ടുകാർക്ക് അറിയേണ്ടതല്ലേ? അത്തരമുള്ള കാര്യം വീട്ടുകാരുടെ സമ്മതത്തോടെയാണോ അറിവോടെയാണോ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്, അത് അറിയേണ്ടതുണ്ട്. അത് കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയും തന്നെയാണ്. കാരണം ഇതൊരു കൊലപാതകമാണോ, ഇത് എവിടെയാണ് കുഴിച്ചിട്ടത്, എത്ര നാളുകൾക്ക് ഇടവേളകളിലാണ് ഈ സംഭവം നടന്നത്, ഇത് കുഴിച്ചിട്ടതിന് ശേഷം അസ്ഥികൾ എങ്ങനെ ഇതിൽ ശേഖരിച്ചു, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ആവശ്യമായിട്ട് ഉണ്ട്. സരീഷ്, ഒപ്പം തന്നെ ഇപ്പോൾ പൂജകൾക്ക് വേണ്ടി ഈ യുവതി തന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള യുവാവിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇവരുടെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ടോ? എനിക്ക് ഇതിപ്പോ നിലവിലിപ്പോ ഇന്ന് രാവിലെയാണല്ലോ ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. കാരണം ഈ യുവാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യമാണ് അതെന്ന് പറയുന്നത് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ അറിഞ്ഞ കാര്യം അല്ല, ഇതൊരു സത്യമാണ്, ഇത് എന്റെ സുഹൃത്ത് പ്രസവിച്ച, എന്റെ കാമുകി പ്രസവിച്ച കുട്ടികളാണ്, അത് എന്നിലുണ്ടായ കുട്ടികളാണ് എന്ന് പോലും പറഞ്ഞു എന്ന് പറയുന്നു. ആ കുട്ടികളുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്, ഈ അസ്ഥികളാണ് ഇപ്പൊ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എന്നെ 2 തവണകളായി എന്നെ ഏൽപ്പിച്ചതാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഭാവിയിൽ ഇതൊരു പൂജയ്ക്ക് ഉപയോഗിക്കുമെന്നും ഇത് പിതൃദോഷം അകറ്റാനായിട്ട് വേണ്ടതായിട്ടുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ യുവതി ഈ അസ്ഥിക്കുടങ്ങൾ 2 തവണയായിട്ട് യുവാവിനെ ഏൽപ്പിച്ചെന്ന് പറയുന്നു. പിന്നീട്
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ ഈ പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്ന് യുവാവ് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒപ്പം നിന്നിട്ടുണ്ടാകേണ്ടത് അവരുടെ വീട്ടുകാരായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ യുവതി വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു യുവതിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഗർഭിണിയാണെങ്കിൽ അതുപോലെ തന്നെ ഈ രണ്ട് കുട്ടികളെ പ്രസവിക്കേണ്ട ആ സാഹചര്യങ്ങളിലെല്ലാം ഈ വീട്ടുകാർക്കും ഈ കാര്യങ്ങൾക്ക് അറിയേണ്ടതല്ലേ, യുവതിയുടെ വീട്ടുകാർക്ക് അറിയേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വീട്ടുകാരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടത്തുക. ശരി സരീഷ്, വിശദാംശങ്ങൾ നൽകിയതിന്. എന്തായാലും സംഭവത്തിലെ ചുരുളുകൾ അഴിയുന്നതേയുള്ളൂ. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഒരു യുവാവ് കുട്ടികളുടെ എന്ന് തോന്നിപ്പിക്കുന്ന അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. തന്റെ കാമുകിയായ യുവതി നൽകിയതാണ് എന്നാണ് അയാൾ പറഞ്ഞത്. എന്തായാലും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തിയാൽ മാത്രമാണ് കൃത്യമായി ഇതെന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പുതുക്കാടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വെള്ളിക്കുളങ്ങര പോലീസാണ് വെള്ളിക്കുളങ്ങര സ്വദേശികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.